ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതവും കൂടെ ദാനമായി തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അനേകം പേർക്ക് ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ലോകത്തൊന്നും വളരെ വേഗത്തിൽ മാറ്റപ്പെട്ടു പോയപ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങുവാനും സന്തോഷത്തോടെ ദൈവത്തിൻ്റെ മുഖം കണ്ടുണരുവാനും നമുക്ക് ലഭിച്ച ഭാഗ്യത്തിന് ദൈവത്തോട് വീണ്ടും നന്ദി പറയാം. സങ്കീർത്തനങ്ങൾ 3:5 നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെപ്പോലുള്ള അനേകം പേർ ഉറങ്ങിയിട്ട് ഉണരുവാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ്, ഒരു പ്രഭാതത്തിലാണ് ഞാനും നിങ്ങളും സന്തോഷത്തോടെ ഉണർന്നത്. നാം ഉറങ്ങുമ്പോഴും യഹോവയുടെ കരം നമ്മെ താങ്ങുകയാൽ ഉണർന്നു ഉറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഈ ലോകത്തും നമ്മുടെ ചുറ്റുപാടും നാം വസിക്കുന്ന ഭവനത്തിലും എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നാം അറിയുന്നില്ല. നമ്മെ ഭദ്രമായി കരുതുന്ന ഒരു കർത്താവിൻ്റെ കരത്തിലാണ് നാം ഈ പ്രഭാതത്തിലും ആയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പരിപാലകനായിരിക്കുന്ന ദൈവം മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി സദാസമയവും നമ്മെ പരിപാലിക്കുന്നു. നാം കർത്താവായ യേശുവിൻ്റെ കരങ്ങളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെ പരിപാലിക്കുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം, നമ്മെ സൂക്ഷിക്കുന്ന ദൈവം നാം ഈ ലോകത്തിലോട്ടൊന്ന് ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാൽ എത്രയോ പ്രിയപ്പെട്ടവരാണ് പൊടുന്നനെ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയത്. അവരുടെ കുടുംബങ്ങൾ വേദനയിലും കണ്ണുനീരിലുമായിരിക്കുമ്പോൾ ദൈവം നമ്മെ നിർത്തിയില്ലേ? ഈ പ്രഭാതത്തിലും ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.